ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് എങ്ങനെയാണ് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ അതിൻ്റെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു ലീഫാണ് കേട്ടോ, നല്ല താഴ്ഭാഗത്ത് നിന്ന് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു യെല്ലോ കളറുള്ള ഒരു കറ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കളയാൻ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചാരി വെച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും വശത്തൊന്ന് ചാരി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, കോട്ടൻ്റെ തുണി, അതിലൊക്കെ ഒന്ന് ചാരി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു കറ നമ്മുടെ ദേഹത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ ആ കറ കളയണത്. പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ലീഫാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് പറഞ്ഞാൽ നമ്മൾ തലയിൽ മുടി വളർച്ചയ്ക്കൊക്കെ തേക്കാറുണ്ട്, അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഫേസിലിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഒറിജിനലായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ കെമിക്കലൊക്കെ ചേർത്തിട്ട് കേടുവരാതിരിക്കാനൊക്കെ നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല, സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുകയാണ്. ഇപ്പോഴൊക്കെ എല്ലാ വീട്ടിലും കറ്റാർവാഴയുടെ തൈയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അത് ഒരു തൈയിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് എണ്ണം ഉണ്ടായി കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒന്നാട്ടോ. 1-2 ടിപ്സുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറ്റാർവാഴ ചെടി പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ജെല്ല് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലീഫാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുതാണ്, പിന്നെ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ളൊരു ലീഫാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം തന്നെ ജെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ചക്കുള്ളതൊക്കെ നമുക്ക് ഇത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മളിനി ജെല്ലെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 വശത്തുള്ള ആ ഒരു മുള്ളില്ലേ അത് നമുക്ക് കളയാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു മുകൾ വശം നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. താഴ്ന്ന ഭാഗം കണ്ടോ, അവിടെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും വേസ്റ്റ് ആവില്ല കേട്ടോ, മുഴുവനായിട്ടും കിട്ടും. ഇനി ഇതിലും ചെറിയ പീസാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ എടുത്താൽ എല്ലാ ജെല്ലും നമുക്ക് കിട്ടും. ഈ ഒരു ആലോവേര ജെല്ല് ഇപ്പോൾ ഒരുവിധം എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മൾ സോപ്പ് വാങ്ങുകയാണെങ്കിലും അതുപോലെ തന്നെ ക്രീം വാങ്ങുകയാണെങ്കിലും ഓയിൽ വാങ്ങുകയാണെങ്കിലും എല്ലാത്തിലും ഈ ആലോവേര ജെല്ല് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്ര പ്രാധാന്യം ഉണ്ട് കേട്ടോ ഇതിന്. നമ്മൾ ചില വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും ചിലർ അത്ര കാര്യമാക്കൂല. ഇതിൻ്റെ ആ ഒരു ഗുണങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ഒഴിവാക്കൂല കേട്ടോ. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഫേസിൽ അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിൽ വരുന്ന ആ ഒരു കറുത്ത പാടുകൾ, അതുപോലെ തന്നെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കുന്നു. കണ്ണിൻ്റെ താഴെയുള്ള കറുത്ത പാടൊക്കെ പോവും. അപ്പോൾ ആ ഒരു രക്തത്തിൻ്റെ ഒരു പ്രശ്നം, അതുപോലെ തന്നെ ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കണ്ണിൻ്റെ താഴെ കറുപ്പ് വരുന്നത്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാട്ടോ നമ്മൾ ഈ കറ്റാർവാഴ ജെല്ല്. അപ്പോൾ നമ്മൾ മുഴുവനും ജെല്ല് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ലീഫിൽ നിന്നാണ് ഇത്രയും ജെല്ല് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ലീഫായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ജെല്ലുള്ളൊരു ലീഫാണ്. അപ്പോൾ ചില ആളുകളൊക്കെ ഇതേപടി തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യും കേട്ടോ. ഇത് എടുക്കുമ്പോൾ തന്നെ കണ്ടോ ഒരു വഴുപ്പ് പോലെ തോന്നണം. അപ്പോൾ ഇതേപടി ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മുഖം നല്ല തിളക്കം കിട്ടും കേട്ടോ. ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും ചേർക്കാതെ തന്നെ ചെയ്യുമ്പോൾ. പിന്നെ ഇത് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയെടുക്കുന്നില്ല, ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ ആ മഞ്ഞ കറയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഡൗട്ടാണ്, പോയിട്ടില്ല ഇനി ചൊറിച്ചിൽ വരുമോയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഐസ് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറൊക്കെ നല്ലപോലെ കഴുകി, അതുപോലെ തന്നെ അതിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. നമ്മളൊരു 30 സെക്കൻഡ് അടിക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മളൊരു 30 സെക്കൻഡ് മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ലപോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ഒരു തട്ട് വേണം നമ്മൾ എടുക്കാൻ, കാരണം ഇത് നല്ല കയ്പ്പ് ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ അരിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ കയ്പ്പിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ പഴയതൊന്നും എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ നമ്മൾ അലോവേര ജെല്ല് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം തിക്കായിരിക്കും അല്ലേ, അത് നല്ല ജെല്ലി ആയിട്ടിരിക്കും. അപ്പോൾ അതിൽ അവർ ചേർക്കുന്നത് ജെലാറ്റിൻ ചേർക്കുന്നുണ്ട്, അഗറിൻ്റെ ജെലാറ്റിനൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല, നാച്ചുറലായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്.
ഇനി ഇതിൽ ഞാൻ ചേർക്കുന്നത് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ് കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഓയിൽ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു 4 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ക്യാപ്സ്യൂൾ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കിട്ടും കേട്ടോ. അപ്പോൾ ചോദിച്ച് വാങ്ങിയാൽ മതി. പിന്നെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കട്ടോ. നല്ല മാറ്റം കാണും. സ്കിന്ന് നല്ല പോലെ തിളങ്ങും കേട്ടോ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഓയിലും ജെല്ലും പാടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നത് കുറച്ച് കട്ടിയാണെങ്കിലും അതിലൊരുപാട് കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാകും, അത് കേട് വരാതെ ഇരിക്കാനൊക്കെ. ഇതിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ കറ്റാർവാഴയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫേസിൽ നേരിട്ട് അപ്ലൈ ചെയ്യരുത്. ആദ്യം നമ്മുടെ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ചെയ്യുക. എന്നിട്ടൊരു 2 മിനിറ്റ് വെക്കുക. അപ്പോൾ വല്ല ചൊറിച്ചിൽ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കുക. കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇനി കയ്യിൽ തേച്ചിട്ട് നമുക്ക് ചൊറിച്ചിൽ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് കറ്റാർവാഴ ജെല്ല് നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും ഇത് പിന്നെ യൂസ് ചെയ്യരുത്. കറ്റാർവാഴ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരാഴ്ചയുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.